അയൽവാസിയുടെ സുഹൃത്തുക്കൾ പൊട്ടിച്ച പടക്കം സ്ഫോടനമായി ചിത്രീകരിച്ച് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. പോലീസ് അന്വേഷണത്തിൽ പൊട്ടിയത് 35 രൂപ കൊടുത്ത് വാങ്ങിയ പടക്കമാണെന്ന് വ്യക്തമായി. വെള്ളിയാഴ്ച രാത്രി 10:45 അയ്യന്തോളിലെ വീടിന് സമീപത്ത് വെച്ച് ഉഗ്രസ്ഫോടനമുണ്ടായെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദം. പല ബൈക്കുകളും അതുപോലെ തന്നെ കാറുമൊക്കെ ഈ റോഡിൽ, ഇത് തിരക്കുള്ള അയ്യന്തോൾ കളക്ടറേറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ്. അപ്പോൾ എപ്പോഴും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. വാർത്ത അറിഞ്ഞ് വീട്ടിലെത്തിയ മാധ്യമങ്ങളോട് ഒരു പടി കൂടി കടന്ന് അക്രമകാരികൾ വന്ന വാഹനത്തെക്കുറിച്ചും ശോഭാ സുരേന്ദ്രൻ വാചാലയായി. തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എൻ്റെ കാർ ഇവിടെ ഇല്ലായിരുന്നു, എന്നെ ഇവിടെ ഇറക്കി കാറ് പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട്, ഗേറ്റും. അപ്പോൾ പറഞ്ഞു വിട്ടവർ വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ എത്രയോ തവണ പത്രസമ്മേളനത്തിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഈ വെള്ള കാർ ഇവിടെ ഉണ്ട്, ഒരു വീടിൻ്റെ മുന്നിൽ വീട് ഐഡൻറ്റിഫൈ ചെയ്തു പറഞ്ഞു കൊടുത്തു. പക്ഷെ നോക്കുമ്പോൾ കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ തൊട്ടടുത്ത വീടുമായിട്ട്. ആ വീട്ടിലുള്ളവരങ്ങനെ പുറത്തു പോലും ഇറങ്ങുന്ന ആൾക്കാരല്ല. കാരണം അവിടെ ഒരു സഹോദരി ഉണ്ട്, അവരുടെ ഹസ്ബൻഡും അപൂർവമായിട്ട്, അതായത് അങ്ങനെ ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവർ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത്, അതും ഇവിടുന്ന് വളരെ 4 അടി നടന്നാൽ തീരുന്ന കണ്ടാൽ അറിയില്ലേ, ഇത്രയും അടുത്ത ദൂരത്തിലാണത് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. ശനിയാഴ്ച പോലീസ് വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യം വെളിപ്പെട്ടത്. നടന്നത് സ്ഫോടനമായിരുന്നില്ല, മറിച്ച് അയൽവാസിയുടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചതായിരുന്നു. പൊട്ടിച്ചത് 35 രൂപ വിലയുള്ള ഗുണ്ടാണെന്നും തൻ്റെ സമ്മതത്തോടു കൂടിയാണ് വീട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ചതെന്നും അയൽവാസി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.